ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പം ഇന്നലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിന്ന് രാവിലെ നടക്കാമെന്നുള്ളത്. ഇന്ന് രാവിലെ നടക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പോയ ടൈം കുറച്ച് നേരം വൈകി, 7:45 ആയി. അതുകൊണ്ട് കുറച്ച് വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ വെയിലാകുമ്പോഴത്തേക്കും അത്ര നടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ കടയിൽ പോയിട്ട് ബ്രെഡും മുട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഞങ്ങൾ 5 പേരും 2 കുട്ടികളും. എൻ്റെ ഇത്താക്ക് ട്വിൻസാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും പേർക്കുള്ള ബ്രെഡും മുട്ടയും പൊരിക്കണമായിരുന്നു. എനിക്ക് രാവിലെ മുതൽ ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴാണ് മനസ്സിലായത് ഞാൻ പീരിയഡ്സാണ്. അപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഞാൻ ബ്രെഡ് കഴിച്ചു. പിന്നെ ഒരു 11 മണി ഒക്കെ ആ ഒരു ടൈം ആയപ്പോൾ ഇത്തനിക്ക് മാങ്ങ ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് മാങ്ങകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കും. ഈ സമയത്തൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണല്ലോ. പക്ഷെ മാങ്ങ എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല. കാരണം മാങ്ങ ചൂടാണെന്നും കുറേ പേര് പറയുന്നുണ്ട്. പിന്നെ ഞാൻ കുടിച്ച് ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. ഞാനിങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അതെന്നെ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ, എല്ലാവർക്കുള്ള സ്വഭാവമാണ്. ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ചോറ് കഴിക്കണത് അങ്ങനത്തെല്ലാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. എന്തോ എന്നെ പുഴരിച്ചതോ അങ്ങനെ എന്തോ സംഭവം ഞാൻ ബെഡിൽ കിടന്നപ്പോൾ എന്തൊക്കെയോ എൻ്റെ മുഖത്തൊന്ന് അരിച്ചു. അതുകൊണ്ട് എനിക്ക് അതൊന്നും ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഈ കണ്ണാട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കാണില്ലല്ലോ അല്ലേ, അങ്ങനെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുണ്ടാക്കാം, പാല് ഉണ്ടാക്കാം. ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ചൂടത്ത് ഒന്നും വേണ്ട, പാല് കച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, കമോൺ. ചായ ഇവിടെ തിളക്കട്ടെ. നമുക്ക് ചായയല്ല, പാല്, സോറി. നമുക്ക് ഇന്നലെ എഴുതിയിട്ടുള്ള സംഭവത്തിലെല്ലാം എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ടിക്ക് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ കാണിക്കാം. ഒരു മിനിറ്റ്. ഞാൻ ഇന്നലെ ഒരു ഡെയിലി പ്ലാനറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്നും ഫോളോ ചെയ്യും കൂടി വേണമല്ലോ. അപ്പം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ടിക്ക് ചെയ്ത് പോവും. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതേപോലെ എല്ലാ ദിവസവും ആയാൽ മതി. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ടിക്ക് ചെയ്ത് വിട്ടു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാൻ. പക്ഷെ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 4 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഞാൻ ടിക്ക് ചെയ്തിട്ട് പോയി. പിന്നെ ഇതേപോലത്തെ ഇതേപോലത്തെ ജേർണലിങ്ങും അതേപോലെ ഡെയിലി പ്ലാനറൊക്കെ ചെയ്യണ വീഡിയോസ് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പിസോഡ് പോലെ ചെയ്താലോ എന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പാല് തിളയ്ക്കാൻ ഇനിയും സമയം എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം മൂളിപ്പാട്ടും പാടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെയാണ് ആ കാര്യം സംഭവിച്ചത്. കണ്ടു നോക്കൂ നിങ്ങൾ. അതായത് ഞാനിങ്ങനെ സ്റ്റൈലൊക്കെ കാട്ടിയോടെ ഇരിക്കുക. അപ്പോഴാണ് 1 സെക്കൻഡെങ്കിലും നേരത്തെ എത്തിയാൽ മതിയായിരുന്നു. ഇതിൻ്റെ അടിക്ക് എങ്ങാനായിണ്ടോ? ഓക്കെ, 1 സെക്കൻഡെങ്കിലും നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഓഫാക്കിയാനേ. അപ്പം ഞാൻ അവിടെ എന്തോ കാട്ടി വീഡിയോ എടുത്തു. ഇത് ക്ലീൻ ചെയ്യട്ടെ. ഓക്കെ, സ്റ്റൗവ് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ പാല് ചൂടാറാൻ വേണ്ടി വെച്ചു. പിന്നെ ഞാൻ കോൺഫ്ലിക്സ് ഇട്ടത് പാലിലേക്ക് കുറച്ചധികം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചൂട് സമയത്ത് കാപ്പി കുടിക്കണേക്കാറ്റും നല്ലത് ഇത് കുടിക്കണമെന്നാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ആരെങ്കിലുമൊക്കെ കുടിക്കണ കണ്ടാൽ എനിക്ക് എന്തായാലും കുടിക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട്, ഒറ്റയ്ക്കെന്നല്ല, ഇത്ര നാളോടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് കാപ്പിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കോൺഫ്ലിക്സ് ഇട്ട് കുറച്ച് ഓട്സ് ഇട്ടു. ഇത് കാണുമ്പോൾ ഭയങ്കര ഹെൽത്തി പോലെ ആയി. വലിയ ഹെൽത്തി ഒന്നുമല്ല, അതിൽ അത്യാവശ്യം ഷുഗർ ഉണ്ട്. അടിപൊളി. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നന്നായി വെള്ളം കുടിച്ചു. ഇപ്പോൾ നിങ്ങളെല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇനിയിപ്പോൾ നൈറ്റും പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം.